പരിപൂർണമായും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള വാർത്തകൾ വർഷങ്ങളായിട്ട് മീഡിയകളിൽ നമ്മൾ കാണാനും കേൾക്കാറുമുണ്ടല്ലോ. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ജമ്മു കാശ്മീരിന്റെ ചരിത്രം അറിഞ്ഞിരിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഏതാനും മിനിറ്റുകളുള്ള ഈ വീഡിയോ മുഴുവനായി കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വരൂ, നമുക്ക് ജമ്മു കാശ്മീരിലൂടെ ഒരു യാത്ര പോകാം. നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം, ജമ്മു കാശ്മീർ എന്ന പ്രദേശം എവിടെ സ്ഥിതി ചെയ്യുന്നു? 1947 വരെയുള്ള കാശ്മീരിന്റെ ലഘുചരിത്രം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വിശദമായി പരിശോധിച്ചു നോക്കാം. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ മലനിരകളിലും താഴ്വരകളിലും പരന്നു കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഈ മനോഹരമായ പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിന്റെ പറുദീസയാണ്. BCE 3000 വർഷം മുതൽ കാശ്മീരിൽ ജനവാസമുണ്ടെന്നതിന് വ്യക്തമായ തെളിവ് ശ്രീനഗറിനടുത്തുള്ള നവീന ശിലായുഗ സൈറ്റായ ബുർസഹൗമനിൽ നിന്ന് ലഭിച്ചിരിക്കും. അശോക ചക്രവർത്തി, കനിഷ്ക രാജാവ്, മുഗൾ ഭരണാധികാരികൾ, അഫ്ഗാൻ സുൽത്താൻമാർ, സിഖ് ഭരണാധികാരികൾ എന്നിവർ കാശ്മീർ ഭരിച്ചിട്ടുണ്ട്. 1846 ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാശ്മീർ താഴ്വര പിടിച്ചെടുത്ത് കാശ്മീർ ജമ്മുവിലെ ഡോഗ്ര രാജാവായ ഗുലാബ് സിംഗിന് കൈമാറി. ഇതോടെ ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യം നിലവിൽ വന്നു. ഹരിസിംഗ് ആയിരുന്നു ഈ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി. എന്നാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ, അഥവാ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത്, രാജാവായ ഹരിസിംഗ് കാശ്മീരിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ ആഗ്രഹിച്ചു. പക്ഷേ പാകിസ്ഥാൻ സൈനിക മുന്നേറ്റം നടത്തി കാശ്മീരിന്റെ 1/3 ഭാഗം പിടിച്ചെടുത്തു. അതേസമയം മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടി. ഇന്ത്യയിൽ ലയിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. ഇതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പരിശോധിക്കാം. ജമ്മു കാശ്മീരിന്റെ ഭരണ സംവിധാന ഘടകങ്ങൾ എങ്ങനെയുള്ളതാണ്? 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അനുസരിച്ച് പഴയ ജമ്മു കാശ്മീരിനെ 2 പ്രത്യേക കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. ഒന്ന് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം, 2 പഴയ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യൻ ഭരണഘടനയും കേന്ദ്ര സർക്കാരുമാണ് ഇവിടുത്തെ പരമാധികാരി. രാഷ്ട്രപതി നിയമിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർമാരാണ് ഈ 2 കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും തലവന്മാർ. ജമ്മു കാശ്മീരിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്. ജമ്മു കാശ്മീരിന് ഒരു നിയമസഭയുണ്ട്. ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയാണ്. ജമ്മു കാശ്മീരിനെ ഭരണപരമായ സൗകര്യത്തിനായി പ്രധാനമായി 2 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ജമ്മു ഡിവിഷൻ. ഈ മേഖലയിൽ ജമ്മു, കത്തുവ, സാംബ, ഉധംപൂർ, റിയാസി, രജൌരി, പൂഞ്ച്, ദോഡ, രാംബൻ, കിസ്ത്വാർ എന്നീ 10 ജില്ലകൾ ഉൾപ്പെടുന്നു. എന്നാൽ രണ്ടാമത്തെ മേഖലയായ കാശ്മീർ ഡിവിഷനിൽ കുൽഗാം, അനന്ത്നാഗ്, പുൽവാമ, ഷോപ്പിയാൻ, ബുദ്ഗാം, ശ്രീനഗർ, ഗുന്ദർബാൽ, ബന്ദിപ്പോര, ബാരാമുള്ള, കുപ്വാര എന്നീ 10 ജില്ലകളും ഉൾപ്പെടുന്നു.
അങ്ങനെ മൊത്തം ജമ്മു കാശ്മീരിൽ 20 ജില്ലകളാണ് ഇപ്പോഴുള്ളത്. ലഡാക്കാണ് രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശം. ലഡാക്കിലെ കാർഗിൽ എന്നീ 2 ജില്ലകൾ ഉൾപ്പെട്ട പ്രദേശമാണിത്. നിലവിൽ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ റിട്ടയർഡ് ബ്രിഗേഡിയർ ഡോക്ടർ BD മിശ്രയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A എന്താണെന്ന് വ്യക്തമാക്കുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന വ്യവസ്ഥയാണ്. 1949 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെടുത്തിയ ഈ ആർട്ടിക്കിൾ ജമ്മു കാശ്മീരിന് സ്വന്തം ഭരണഘടന, നിയമനിർമ്മാണ അവകാശങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങൾ, സ്വയംഭരണം എന്നിവ അനുവദിച്ചിരുന്നു. പ്രതിരോധം, വിദേശകാര്യങ്ങൾ, വാർത്താവിനിമയം എന്നിവ ഒഴികെ മറ്റു വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം പരിമിതമായിരുന്നു. എന്നാൽ 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ സർക്കാർ ആർട്ടിക്കിൾ 370 പ്രധാന വ്യവസ്ഥകൾ റദ്ദാക്കി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞു. ഇതോടെ ലഡാക്ക് പ്രദേശം ഉൾപ്പെട്ട പഴയ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെയുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. ആർട്ടിക്കിൾ 35A 1954 രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവിലൂടെ ഭരണഘടനയിൽ ചേർത്ത ഒരു വ്യവസ്ഥയാണ്. ഇത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ സ്വദേശികൾക്ക് സ്ഥിര താമസക്കാർ എന്ന വിഭാഗം നിർവചിക്കാനും അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകാനും അനുവദിച്ചു. സ്ഥിര താമസക്കാർക്ക് മാത്രമേ സംസ്ഥാനത്ത് ഭൂമി വാങ്ങാനോ സർക്കാർ ജോലികൾ നേടാനോ വിദ്യാഭ്യാസ ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കാനോ അവകാശമുണ്ടായിരുന്നുള്ളൂ. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ ആർട്ടിക്കിൾ 35A ഫലത്തിൽ നിർവീര്യമായി. കാരണം ഇത് ആർട്ടിക്കിൾ 370 അനുബന്ധമായിരുന്നു. ഇതിന്റെ ഫലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യയിലെ മറ്റു പൗരന്മാർക്കും ഭൂമി വാങ്ങാനും മറ്റ് അവകാശങ്ങൾ നേടാനും കാരണമായി. നാലാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പരിശോധിക്കാം. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങൾ ഉണ്ടാവാൻ കാരണമെന്ത്? ഭൂമിശാസ്ത്രവും കാലാവസ്ഥാപരവുമായ കാരണങ്ങളാണ് ഇതിനു പിറകിൽ. ജമ്മു ആൻഡ് കാശ്മീർ ഇവ രണ്ടും 2 പ്രദേശങ്ങളാണ്. 2 പ്രദേശങ്ങളിലും കാലാവസ്ഥാപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ്. ഇത് വേനൽക്കാല തലസ്ഥാനമാണ്. രണ്ടാമത്തെ തലസ്ഥാനമാണ് ജമ്മു. ഇത് ശീതകാല തലസ്ഥാനമാണ്. ഇത് കാശ്മീരിന്റെ കാലാവസ്ഥയെ അനുസരിച്ചുള്ള 2 തലസ്ഥാനങ്ങൾ എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. വേനൽക്കാലത്ത് ഭരണകാര്യങ്ങൾ ശ്രീനഗറിൽ നടക്കുകയും ശീതകാലത്ത് ജമ്മുവിലേക്ക് മാറ്റി നടത്തുകയും ചെയ്യുന്നു. ഈ രീതിയെ ദ്വിതലസ്ഥാന സംവിധാനം അല്ലെങ്കിൽ ദർബാർ മൂവ് എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. 2019 ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ശേഷവും ഈ 2 തലസ്ഥാനങ്ങൾ എന്ന രീതി തുടരുന്നു. ശ്രീനഗർ വേനൽക്കാല തലസ്ഥാനമായും ജമ്മു ശീതകാല തലസ്ഥാനമായും ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പരിശോധിക്കാം. ജമ്മു കാശ്മീർ ഭൂപ്രദേശത്തെ ഇന്ത്യ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ ജമ്മു കാശ്മീരിനെ തങ്ങളുടെ അവിഭാജ്യ ഭാഗമായി കണക്കാക്കുന്നു. പക്ഷേ പാകിസ്ഥാനും ചൈനയും ഈ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീരിന്റെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരും ലഡാക്കും. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിന്റെ ഭാഗമായിരുന്ന ഷക്സ്ഗാം
താഴ്വര 1963 പാക് ചൈന അതിർത്തി ഉടമ്പടിയുടെ ഭാഗമായി പാകിസ്ഥാൻ ചൈനക്ക് കൈമാറി. ഈ പ്രദേശം ട്രാൻസ് കാരക്കോറം ട്രാക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിർത്തി പ്രശ്നത്തിൽ തങ്ങളുടെ തന്ത്രപരമായ നില മെച്ചപ്പെടുത്താനും ചൈനയുമായി സൗഹൃദം സ്ഥാപിക്കാനുമാണ് പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തത്. പാകിസ്ഥാൻ ഈ പ്രദേശം ചൈനയ്ക്ക് വിട്ടുകൊടുത്തത് ഇന്ത്യ ഒട്ടും തന്നെ അംഗീകരിക്കുന്നില്ല. ചൈനയുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിന്റെ ഭാഗമാണ് ആക്സായി ചിൻ. ഇത് ജമ്മു കാശ്മീരിന്റെ വടക്കു കിഴക്കൻ ഭാഗത്താണ്, അഥവാ ലഡാക്ക് ഭാഗത്താണ്. ഇത് ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയോട് ചേർന്നു കിടക്കുന്നു. 1962 ഇന്ത്യോ ചൈന യുദ്ധത്തിന് ശേഷം ചൈന ഈ ഭാഗം നിയന്ത്രിക്കുന്നു. ആറാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും നമുക്ക് പരിശോധിച്ചു നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്ര തവണ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? ഏതെല്ലാം വർഷങ്ങളിലായിരുന്നു ഈ യുദ്ധങ്ങൾ നടന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 4 പ്രധാന യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1947-48 കാലഘട്ടത്തിൽ ആദ്യ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം. ഇന്ത്യ വിഭജനത്തിനു ശേഷം കാശ്മീരിന്റെ നിയന്ത്രണത്തിനായി നടന്ന യുദ്ധമാണിത്. 1965 രണ്ടാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട നടന്ന യുദ്ധമാണത്. 1971 മൂന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ബംഗ്ലാദേശ് വിമോചന യുദ്ധം. ഇതിന്റെ ഫലമായി ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായി. 1999 കാർഗിൽ യുദ്ധം. കാശ്മീരിലെ കാർഗിൽ മേഖലയിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം നടത്തിയതിനെ തുടർന്നുള്ള യുദ്ധമായിരുന്നു ഇത്. പാകിസ്ഥാനെതിരെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും നമ്മുടെ മാതൃരാജ്യം വിജയം കൈവരിച്ചിട്ടുണ്ട്. ഈ യുദ്ധങ്ങൾക്ക് പുറമെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി ചെറിയ സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പരിശോധിക്കാം. ജമ്മു കാശ്മീരിൽ തീവ്രവാദം ഉണ്ടോ? നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ പിന്തുണയുള്ള നിരവധി തീവ്രവാദ സംഘടനകൾ ജമ്മു കാശ്മീരിൽ സജീവമാണ്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട്, ഇവരുടെയെല്ലാം ഭീകര പ്രവർത്തനങ്ങൾ കാശ്മീരിലെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു. നമ്മുടെ ഇന്ത്യൻ സൈന്യം എപ്പോഴും കാശ്മീരിൽ സുരക്ഷ ഉറപ്പാക്കാൻ നിതാന്ത ജാഗ്രതയോടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പരിശോധിക്കാം. ജമ്മു കാശ്മീരിലെ ജനസംഖ്യയും മതസംഘടനയും എങ്ങനെയാണ്? ജമ്മു കാശ്മീരിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. അതോടൊപ്പം ഹിന്ദുക്കളും സിഖുകാരും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നു. കാശ്മീർ താഴ്വര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ജമ്മു താഴ്വര ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമാണ്. ചുരുക്കത്തിൽ ജമ്മു കാശ്മീർ വർണ്ണാഭമായ സംസ്കാരത്തിന് പേര് കേട്ടതാണ്. വിവിധ മതവിശ്വാസങ്ങളും ഭാഷകളും കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി എന്നീ ഭാഷകൾ ഇവിടെ സമന്വയിക്കുന്നു. ഇനി കാശ്മീരിനെ സംബന്ധിച്ച 9ാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും നമുക്കൊന്ന് പരിശോധിക്കാം. ഈയിടെ ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരാക്രമണം നടന്ന പഹൽഗാം എന്ന പ്രദേശത്തിന്റെ വിനോദസഞ്ചാര ആകർഷണങ്ങൾ എന്തെല്ലാമാണ്? പഹൽഗാം അനന്ത്നാഗ് ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്ന അപരനാമത്തിൽ ഈ പ്രദേശം അറിയപ്പെടുന്നു. ഇവിടുത്തെ ബീതാബ് വാലി മനോഹരമായ പുൽമേടുകൾക്ക് പേര് കേട്ടതാണ്. അരുവാലി ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനും അനുയോജ്യമായ സ്പോട്ടാണ്. ലിഡർ നദി മത്സ്യബന്ധനത്തിന് പ്രിയപ്പെട്ടതാണ്. ചന്ദൻവാരി ഹൈന്ദവ സഹോദരങ്ങളുടെ പുണ്യകേന്ദ്രമായ അമർനാഥ് യാത്രയിലേക്കുള്ള തുടക്കം ചന്ദൻവാരിയിൽ നിന്നാണ്. ശിഷ്നാഗ് തടാകം ശാന്തമായ ഒരു ട്രക്കിംഗ് സ്പോട്ടാണിത്. അങ്ങനെ പഹൽഗാം എല്ലാവർക്കും എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇനി നമുക്ക് 10ാമത്തെയും
ഏറ്റവും അവസാനത്തെയുമായ ചോദ്യത്തിലേക്ക് കടക്കാം. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ ഏതെല്ലാം? അതിന്റെ ഉത്തരം പരിശോധിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ആണ്. കാശ്മീരിലെ ഏറ്റവും പഴയതും പ്രബലവുമായ പ്രാദേശിക പാർട്ടികളിൽ ഒന്നാണ് ഇത്. ഇപ്പോഴത്തെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ഈ പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ്. മറ്റൊരു പാർട്ടിയാണ് ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. ഈ പാർട്ടി കാശ്മീരിലെ പ്രധാന രാഷ്ട്രീയ ശക്തികളിൽ ഒന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി എന്നിവയും കാശ്മീരിലെ രാഷ്ട്രീയത്തിൽ സജീവമാണ്. കൂടാതെ വിവിധ പ്രാദേശിക പാർട്ടികളും ഗ്രൂപ്പുകളും കാശ്മീരിലെ രാഷ്ട്രീയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾ വിശദമായി കേട്ടല്ലോ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.